सियावर रामचंद्र की, सियावर रामचंद्र की। നമസ്കാരം. അന്തിച്ചർച്ച ആരംഭിക്കുകയാണ്. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയും തുടർന്നുണ്ടാവുന്ന രാഷ്ട്രീയവുമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. അയോധ്യയിലൂടെ പുതിയൊരു രാഷ്ട്രീയത്തിന് BJP തുടക്കമിട്ടിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കവും സാധ്യതയുമായി BJP എല്ലാ അർത്ഥത്തിലും ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് രാഷ്ട്രീയ വിമർശകർ ഉയർത്തുന്ന ചോദ്യം. ശ്രീരാമനെ മുൻനിർത്തി മറ്റൊരു രാഷ്ട്രീയത്തിന് BJP ശ്രമിക്കുമ്പോൾ അതേ നീക്കം തന്നെയാണോ കോൺഗ്രസ് ക്യാമ്പിലും ഉയരുന്നത് എന്ന ചോദ്യമുയരുന്നു. ഇവിടെയാണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചത്. ജയ് ശ്രീറാം എന്നതിന് പകരം CR റാം എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കുറേ നാളുകളായി നരേന്ദ്രമോദി അത്തരമൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ശ്രീരാമൻ മാത്രമല്ല, സീതയും കൂടി ഉൾപ്പെടുന്ന ആ വിശാലമായ ഒരു കാഴ്ചപ്പാടിനെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഈ ഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് ശശി തരൂരും സമാനമായ നീക്കം അദ്ദേഹം ട്വിറ്ററിലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഇന്നലെ തന്നെ നടത്തിയിരുന്നു. ഇത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. ഇടതുപക്ഷ സംഘടനകൾ, പ്രത്യേകിച്ച് SFI പോലെയുള്ള സംഘടനകൾ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയെ പ്രകീർത്തിക്കുന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത് എന്നത് വിമർശനമായി തന്നെ ഉന്നയിച്ചു. വലിയ പ്രതിഷേധ പരിപാടികൾക്കും അവർ തുടക്കമിട്ട് കഴിഞ്ഞു. അയോധ്യ വിഷയത്തിൽ മൃദു സമീപനത്തിലേക്ക് ശശി തരൂർ നീങ്ങിയോ? കോൺഗ്രസിലെ അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണോ എന്ന കാര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ശശി തരൂരിൻ്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിലെ ഒരു വാചകം, സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നത് മാത്രമാണ്. അപ്പൊ ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ BJPക്ക് വിട്ടുകൊടുക്കുന്നത്? എന്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അവരുടെ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം ഭക്തനായ എല്ലാവരും BJPക്ക് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJPക്കാരനാണോ? ഇതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിലല്ല, അത് അവരുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. ശശി തരൂരിൻ്റെ ഈ വാക്കും അതിൻ്റെ രാഷ്ട്രീയവുമാണ് ഇന്ന് നമ്മൾ അന്തിച്ചർച്ചയിൽ പരിശോധിക്കുന്നത്. ഇന്ന് ന്യൂസ് 8ൻ്റെ ന്യൂസ് ഡെസ്കിൽ എങ്ങനെ ഈ വിഷയത്തിൽ നിലപാടുകൾ വ്യത്യസ്തമാകുന്നു, കാഴ്ചപ്പാടുകൾ എങ്ങനെ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അരുൺ, ഈ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടിലൊരു വ്യക്തത വരുത്താൻ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട്. തരൂർ ബോധപൂർവമാണോ ഈ വാക്ക് ഉപയോഗിച്ചത് എന്നതാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പറയുന്നത്. SFI അടക്കം ഒരു പ്രതിഷേധ രൂപത്തിലേക്ക് കൊണ്ടുവന്നും കഴിഞ്ഞു. തരൂരിനെ അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും അദ്ദേഹം ബോധപൂർവ്വം ഉപയോഗിച്ചതായിരിക്കണം. കാരണം തരൂർ തികഞ്ഞ ഡിപ്ലോമാറ്റിക് നിലപാടെടുക്കുന്ന, അത്ര കൃത്യമായ നിലപാടെടുക്കുന്ന ആൾ തന്നെയാണ്. ഒരിക്കലും തരൂരിൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതോ അല്ലെങ്കിൽ തരൂരിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലും തെറ്റായിട്ടതൊന്നും ആയിരിക്കില്ല. വളരെ കൃത്യമായി തന്നെ ശശി തരൂർ പറയേണ്ട കാര്യം പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം വളരെ വ്യക്തമായിരുന്നു. താൻ പറഞ്ഞത് CR റാം തന്നെയാണ്. അത് പൂർണ്ണമായും രാമനെ, രാമക്ഷേത്രത്തെ, രാമ എന്ന വിശ്വാസത്തെ ഒന്നും കോൺഗ്രസ്സുകാർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ക്ഷമിക്കണം, കോൺഗ്രസ്സുകാർ BJPക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. BJPയുടെ മാത്രമല്ല രാമൻ എന്ന് തന്നെയാണ് ശശി തരൂർ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിന് അപ്പുറത്തേക്ക് തരൂർ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കണം. അവിടെ സ്വാഭാവികമായും BJPക്ക് ശക്തനായ സ്ഥാനത്ത് വരുമെന്ന് പറയുന്നു, തരൂരിനെ ഇത്തവണ പിടിച്ചുകെട്ടുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ശശി തരൂർ കുറച്ചുകൂടി വോട്ടുകൾ ആകർഷിക്കണം. അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് എപ്പോഴും ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആളുകൾ തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത്. അതിലും ഹൈന്ദവ വിഭാഗത്തിന് വലിയൊരു പ്രാതിനിധ്യം തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിലുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണയൊക്കെ ശശി തരൂരിനെ വിജയിപ്പിച്ചത് ഈ ന്യൂനപക്ഷ വോട്ടുകളായിരിക്കും. എങ്കിൽ പോലും ഈ BJPക്ക് പോകാവുന്ന അല്ലെങ്കിൽ ആടി നിൽക്കുന്ന എവിടേക്കും പോകുന്നതിന് വോട്ടുകൾ കൂടി തരൂർ ലക്ഷ്യമിടുന്നു. അദ്ദേഹം കൃത്യമായി അതുകൂടി ലക്ഷ്യമിട്ടാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുമ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ സ്വാഭാവികമായും അദ്ദേഹം ആ രീതിയിലേക്ക് തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. രാമക്ഷേത്രം അവിടെ വേണമായിരുന്നു, ഏതൊരു ഹിന്ദുവും ആഗ്രഹിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദങ്ങൾ അവസാനിക്കുമെന്ന് പറയുന്നത് കൃത്യമായ ഒരു നയതന്ത്രപരമായ നിലപാട് തന്നെയാണ് തരൂർ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ കുറിപ്പിലും അതുപോലെ തന്നെ ഇന്നത്തെ വിശദീകരണത്തിലൊക്കെ വളരെ കൃത്യമായ നിലപാട് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്തൊക്കെ തരൂർ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അശ്വിനി, ഈ ശ്രീറാം, ജയ് ശ്രീറാം എന്നത് ഒരു ദൈവത്തെ പ്രകീർത്തിക്കുന്ന വാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പൊതുവിൽ പറയാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയ് ശ്രീറാം എന്ന വാക്ക് എൽക്കാലത്തും ഉപയോഗപ്പെട്ടിരുന്നത് അത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആയിരുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ കാല ചരിത്രം നമുക്കറിയാം. അതിൻ്റെ പേരിൽ നടന്ന വിപ്ലവങ്ങളും വലിയ കോലാഹലങ്ങളും എല്ലാം നമുക്കറിയാം. ഇപ്പോൾ അത് മാറി ജയ് ശ്രീറാമിന് പകരം ജയ്
സിയാർ റാം എന്ന പദപ്രയോഗത്തിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷ്യമുണ്ടാവാം, പക്ഷേ എന്തായിരിക്കും തരൂർ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക? സജിത്ത് ഇപ്പോൾ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു ദേശീയ രാഷ്ട്രീയത്തെ മൊത്തത്തിലാകെ നോക്കുമ്പോൾ നമ്മൾ തരൂരിനെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലൊരു ശ്രീറാം അനുകൂലമായൊരു പ്രതികരണം മറ്റൊരു കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ ദേശീയ തലത്തിൽ എടുക്കുകയാണെങ്കിൽ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെയോ അധിർ രഞ്ജൻ ചൗധരിയോ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാടായിട്ടായിരുന്നു അന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ അത് അവർ എടുത്തതെന്ന് പറയുന്നത് രാഷ്ട്രീയമായ ഒരു ചടങ്ങാണെന്ന് പറഞ്ഞാണ് അവരതിനെ തള്ളിക്കളയുന്നത്. അതിന് അവർ ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ദേശീയ സംസ്ഥാന പല നേതൃത്വങ്ങളും, പ്രത്യേകിച്ച് ഏറ്റവും ആദ്യമേ തന്നെ ഇതിൽ പ്രതികരണം നടത്തിയത് ഹിമാചൽ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുൻ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ മകൻ വീർഭദ്ര സിംഗിൻ്റെ മകൻ പങ്കെടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരും ഇത്തരത്തിൽ എന്തിനേറെ പറയുന്നു, ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ മകനും അടക്കം സരയൂ നദിയിൽ മുങ്ങിക്കുളിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമേ അല്ല. ഹിന്ദു ക്ഷേത്രം അല്ലെങ്കിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം, കാരണം ഇത് തുറന്നു കൊടുക്കാൻ ഉത്തരവിട്ടത് രാജീവ് ഗാന്ധിയാണെന്ന് പറയുന്നു. രാജീവ് ഗാന്ധിയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞ് കമൽനാഥിന്റെ കഴിഞ്ഞ വർഷം തന്നെ ഒരു ഉണ്ടായിരുന്നു. അത് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തരൂർ പറഞ്ഞത് നമുക്കൊരിക്കലും കോൺഗ്രസിന്റെ ഒരു ഒരു വ്യാഖ്യാനമായിട്ട് കണക്കാക്കാൻ ഒക്കത്തില്ല. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. ഇത്രയും നാളായിട്ടും ഈ അയോധ്യ എന്ന വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കോൺഗ്രസിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഇതുവരെ തീരുമാനിക്കാനായിട്ടില്ല. അങ്ങനത്തെ അതിൻ്റെ ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കണം, അതങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കണം എന്നുള്ളതിൽ ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ക്ഷേത്രം പോലും ഇപ്പോൾ പൂർണ്ണമായ സ്ഥിതിയായ ശേഷവും. മിഥുൻ, ഈ വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ശശി തരൂർ എടുത്ത ആ നിലപാടിന് സമാനമായ നിലപാടെടുക്കാൻ ഒരിക്കലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ ഈ പ്രതിഷ്ഠ കഴിഞ്ഞ് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം ഈ സിയാർ റാം എന്ന പദപ്രയോഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അദ്ദേഹം നടത്തിയത്. പക്ഷേ സംസ്ഥാനത്ത് ഒരു കോൺഗ്രസ് നേതാവിനും അങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ കഴിയില്ല. തരൂർ പറയുന്നത് ശ്രീരാമനെ മുൻനിർത്തി BJP ഒരു രാഷ്ട്രീയം കളിക്കുന്നു, ശ്രീരാമനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്താണ് അദ്ദേഹം പറയുന്നത്. ആ നിലപാടിലൊരു അവ്യക്തത കുറവുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് ആദ്യമായല്ല ശശി തരൂർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്. മുൻകാലങ്ങളിലും BJPക്ക് അനുകൂലമാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തരൂരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മറ്റൊന്ന് അശ്വിനി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ദേശീയ നേതൃത്വം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് എല്ലാവർക്കും വ്യക്തിപരമായ തീരുമാനമെടുക്കാം, പക്ഷേ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതായത് ഒരു രാഷ്ട്രീയ പരിപാടിയാണ്, BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയാണ് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് എന്നുള്ളത്. അതുകൊണ്ട് തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന നിലപാടാണ് അവർ വെച്ചത്. പക്ഷേ മറ്റുള്ളവർക്ക് സ്വന്തം വ്യക്തി താല്പര്യത്തിനനുസരിച്ച് അവിടെ പങ്കെടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്നുള്ള നിലപാട് സ്വീകരിക്കാമെന്ന് നേരത്തെ തന്നെ ദേശീയ നേതൃത്വം പറയുകയും ചെയ്തു. കൂടാതെ ഈ സിയാർ റാം എന്ന് ഇന്നത്തെ ആ പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് BJPക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല, ഈ റാമിനെ എങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല, അത് ഞങ്ങളുടെ കൂടിയാണ് എന്ന് പറഞ്ഞു ഊട്ടി ഉറപ്പിക്കുകയാണ് തരൂർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു BJP അനുകൂല പ്രസ്താവനയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറ്റൊന്ന് അരുൺ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് തിരുവനന്തപുരം ഇലക്ഷൻ എന്തായാലും അടുത്തിരിക്കുക, 2 മാസം കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം പരിശോധിക്കാം. അതിനു മുമ്പ് എന്തായാലും ഇവർ പറയുന്നത് തരൂരിനെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല, ശശി തരൂർ BJPയുടെ രാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ ചെറുക്കുക എന്ന തന്ത്രം തന്നെയാണ് സ്വീകരിച്ചതെന്നാണ്. അവിടെ പ്രസക്തമാവുന്നത് തരൂർ എങ്ങനെ ഇതിനെ വിശദീകരിച്ചു എന്നതാണ്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണുന്നെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല, ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലരുടെ അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നവരെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിനെ പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി. യെസ് കിരൺ, ഈ തരൂര് വിശദീകരിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. തരൂര് പറയുന്നത് ശ്രീരാമനെ ഉപയോഗിച്ച് BJP ഒരു രാഷ്ട്രീയം കളിക്കുന്നു, ഞാൻ അതിനെ അതേ നാണയത്തിൽ ചെറുക്കുകയാണ്, ശ്രീരാമനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാനൊരു ഹിന്ദുവാണ്. ഇങ്ങനെ തരൂർ പറയാൻ ശ്രമിക്കുന്നതിൽ ചില വ്യക്തതകളുണ്ട്, തർക്കമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് തരൂർ ഇന്ന് പറഞ്ഞു എന്ന ചോദ്യമുണ്ട്. നമുക്ക് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ശശി തരൂർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാവും. തിരുവനന്തപുരം എന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേക സാഹചര്യം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഇതെല്ലാം മുൻനിർത്തി കൃത്യമായ ഒരു പൊളിറ്റിക്സ് തന്നെയാണോ തരൂർ കളിക്കുന്നത്?
ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇന്നലെ ആണ് നരേന്ദ്രമോദി ജയ് സിയാറാം എന്ന് വിളിക്കുന്നത്. ഇതുവരെയും BJPയോ RSSോ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെല്ലാം വിളിച്ചിരുന്ന മുദ്രാവാക്യം ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യമാണ്. ഈ എന്തുകൊണ്ട് ജയ് സീതാറാം അല്ലെങ്കിൽ സിയാറാം എന്ന് വിളിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ RSSകാരോട് എന്താണ് നിങ്ങൾ അങ്ങനെ വിളിക്കാത്തത്, RSS ഇത് പുരുഷന്മാരുടെ പാർട്ടി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സിയാറാം എന്ന് വരുന്നത്, ഹേ റാം എന്ന് ഗാന്ധി ഉപയോഗിച്ച ഗാന്ധിയുടെ രാമൻ. അത് ഒരു സംയോജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്രമണോത്സുക രാമനല്ല, അത്തരം ഒരു രാമന്റെ പ്രതീകമായിട്ടാണ് സിയാറാം എന്നത് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഇതിനു മുമ്പുള്ള BJPയുടെ ചടങ്ങുകളിലോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ റാലികളിലോ എവിടെയും ശ്രദ്ധിച്ചാൽ ജയ് ശ്രീറാം എന്നുള്ള വിളി മാത്രമാണ്. അത് എപ്പോഴും അതിനൊരു അത്തരത്തിലൊരു ആക്രമണോത്സുക ശക്തിയുള്ള വിളിയാണ്. പക്ഷേ അതിന് പകരമായിട്ട് ഇപ്പോൾ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു ദൗത്യം പൂർത്തിയായി എന്നുള്ളത് കൊണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണോ ഗാന്ധി ഉപയോഗിച്ച രാമനെ, ആ രാമനെ BJP ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ വിളിച്ചുകൊണ്ട് അത് ഗാന്ധിയുടെ രാമനല്ല, ഇത് ഞങ്ങളുടെ രാമനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ വോട്ടിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായി ഒരു സിയാറാം എന്നുള്ള വിളി കൊണ്ട് തരൂർ ഒരു പ്രതിരോധം കൂടി തീർക്കുകയാണ്. ഈ ജയ് ശ്രീറാമിനല്ല വിളിക്കേണ്ടത് സിയാറാം എന്നുള്ളത്. പക്ഷേ അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തരൂരിനെ സംബന്ധിച്ചാണെങ്കിൽ തരൂർ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഏതെങ്കിലും വിഷയത്തിൽ പറയുന്നത് പോലെ ഒരു വാക്കുകൊണ്ട് മാത്രം അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു നേതാവല്ല. അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് എപ്പോഴുമുണ്ട്. അതിന് വിശദീകരണം നൽകാനൊക്കെ കഴിയുന്ന ആൾ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ പരിസരത്തിൽ സംശയം തോന്നുന്ന പല നിലപാടുകളുമൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യലിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഇതും തരൂർ വളരെ ബോധപൂർവം തന്നെ ആലോചിച്ച് BJP മാറ്റി വിളിച്ചപ്പോൾ അതങ്ങനെയല്ല, ഇതാണ് ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ കൂടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്കിതിനെ കാണേണ്ടി വരും. യെസ്, അതൊരു നല്ല നിരീക്ഷണമാണ്. എന്തായാലും അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചു, പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി ജയ് ശ്രീറാം എന്ന പരമ്പരാഗത RSS സംഘപരിവാർ കേന്ദ്രങ്ങളിലെ മുദ്രാവാക്യത്തിന് ഒരു ജനകീയ മുഖം, ഒരു ലിബറൽ മുഖം കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി നരേന്ദ്രമോദി സിയാറാം എന്ന പ്രയോഗത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ അതുതന്നെയാവാം ആ സാധ്യത അല്ലെങ്കിൽ ആ തന്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ടാവാം തരൂരും അത്തരമൊരു നീക്കം നടത്തുന്നത്. അപർണ, ഈ വിഷയത്തിൽ ശശി തരൂർ പറഞ്ഞ വാദങ്ങൾ അദ്ദേഹം അതിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്നുണ്ട്. അതിനപ്പുറം എന്തുകൊണ്ട് ശ്രീരാമനെ മാത്രം നിങ്ങൾ പ്രകീർത്തിക്കുന്നു, സീത എവിടെ എന്ന ചോദ്യം കോൺഗ്രസ് ആണ് ആദ്യം ഉയർത്തിയത്. അതാണിപ്പോൾ നരേന്ദ്രമോദി ഏറ്റെടുക്കുകയും ഏറ്റവും ഒടുവിൽ സമാനമായ നിലപാട് ശശി തരൂർ സ്വീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ കിരൺ സൂചിപ്പിച്ചതുപോലെ അയോധ്യയിൽ ക്ഷേത്രം വന്നു കഴിഞ്ഞു, അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞു. ഇനി ശ്രീറാം എന്ന പരമ്പരാഗത നിലപാടെടുത്ത് കൂടുതൽ വൈകാരികതയുള്ള ആവശ്യം, ഞങ്ങളെടുത്ത നിലപാടിന് കൂടുതൽ ജനകീയ മുഖം കൈവരിക്കുക എന്നൊരു ലക്ഷ്യം BJP കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും? അയോധ്യയ്ക്ക് പകരം പ്രതിരോധിക്കാൻ പിന്നെ കോൺഗ്രസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ എന്തുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അയോധ്യയ്ക്ക് പകരം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ കയ്യിലുള്ളത് അയോധ്യ തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ടാണ് പ്രതിഷ്ഠാ ദിനത്തിൽ വിവിധ ഇപ്പോൾ അസമിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുക, സർവ്വമത റാലി നടത്താൻ മമതാ ബാനർജി തീരുമാനിക്കുക, കെജ്രിവാൾ സുന്ദരകാന്ഡം വായിക്കാൻ ആവശ്യപ്പെടുക, ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നു ശശി തരൂർ ഇന്ന് എടുത്ത നിലപാട് അത് കോൺഗ്രസിൻ്റെയോ ഇന്ത്യ മുന്നണിയുടെയോ തന്നെ നിലപാടായിട്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുക. മമതാ ബാനർജി ചോദിച്ചിരിക്കുന്നു ഇന്നലെ, ഈ സർവ്വമത റാലിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ദർശനം നടത്താൻ പോയി, അതുകൊണ്ട് മാത്രം എങ്ങനെ നമ്മൾ BJPയെ പ്രതിരോധിക്കും അയോധ്യയുടെ വിഷയത്തിൽ എന്നുണ്ട്. അതായത് പ്രതിരോധിക്കണമെങ്കിൽ അതുമാത്രം പോരാ, കൂടുതൽ ക്ലെയിം വേണം. ഇപ്പം തരൂർ പറഞ്ഞതുപോലെ ശ്രീരാമൻ ആരുടേതാണ്, സീത ആരുടേതാണ്, അത് BJPയുടെ മാത്രമാണോ? അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം. ആ രീതിയിലുള്ള ഒരു നീക്കം നടത്തണം എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അയോധ്യ വലിയ വിഷയമാകും. അപ്പോൾ അയോധ്യയ്ക്ക് പകരം മറ്റെന്തെങ്കിലും വിഷയം ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ പറയാൻ കഴിയില്ല, അയോധ്യ തന്നെ പറയേണ്ടി വരും. അയോധ്യ തന്നെ പറയുമ്പോൾ അത് ഞങ്ങളുടെ ശ്രീരാമനാണ്, ഹിന്ദുക്കളുടെ ശ്രീരാമനാണ് എന്ന് പറയേണ്ടതായിട്ട് വരും കോൺഗ്രസിന്. അങ്ങനെ പറഞ്ഞല്ലാതെ കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു തുടക്കം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് കരുതിക്കുട്ടി തന്നെ, പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ, അല്ലാതെ അത് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ആ ഒരു രീതിയിൽ തന്നെ നേരത്തെ സജിത്ത് പറഞ്ഞു തുടങ്ങിയതുപോലെ സിയാറാം എന്ന് പറയുമ്പോൾ സീതയുടെ ശ്രീരാമൻ എന്ന് പറഞ്ഞു തുടങ്ങിയത് കോൺഗ്രസ് ആണെങ്കിൽ ആ ക്ലെയിം ഞങ്ങളുടേത് തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ് ശശി തരൂർ എന്നാണ് തോന്നുന്നത്. രേണു, ഈ അയോധ്യയിൽ പ്രതിഷ്ഠ നടന്നതിന് ശേഷവും എന്ത് നിലപാടെടുക്കുമെന്നതിൽ കോൺഗ്രസിൽ അവ്യക്തതയുണ്ടെന്നത് ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു, ഒരു അവ്യക്തതയുണ്ടെന്ന്.
ആ അവ്യക്തത നിലനിൽക്കുന്നതിനിടയിലാണ് ശശി തരൂർ ഇങ്ങനെ കൃത്യമായ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ AICC നേതൃത്വവും എത്തിച്ചേരാനോ അവർക്ക് വിശദീകരിക്കാനോ കഴിയാത്ത ഒരു വ്യക്തമായ നിലപാടിലേക്ക് തരൂർ സ്വീകരിച്ചു എന്ന് തോന്നാൻ കഴിയുമോ? ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു. അവർ അതുകൊണ്ട് തന്നെയാണ് ദിവസങ്ങളോളം ആലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ അവർക്കിപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട് തന്നെയാണ് അയോധ്യയിലേക്ക് പോകുന്നില്ല, അത് രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയെങ്കിലും എടുത്തത്. പക്ഷേ അന്ന് മുതൽ തന്നെ അസ്വാരസ്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നത് വേണം വ്യക്തമാകാൻ. ഇന്നലെ കർണാടകയിൽ നമ്മൾ കണ്ടതാണ്, DKയുടെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്, ഒപ്പം ശശി തരൂരിൻ്റെതായ പോസ്റ്റും വരുന്നു. ഇതിൽ പക്ഷേ ഒരു ഘട്ടത്തിലും ശശി തരൂരിൽ നിന്ന് ഇത്തരം ഒരു പോസ്റ്റോ പ്രതികരണങ്ങളോ പ്രതീക്ഷിച്ചില്ല എന്നത് തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ശശി തരൂർ എന്ന വ്യക്തി, അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു ഒരു ട്വീറ്റ് കൊണ്ട് എന്നെ അളക്കരുത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, കൃത്യമാണ്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയമാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുമായിരുന്നു. അതിനകത്ത് BJPയുടെ മൃദുരൂപമാവാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് മൃതിയടയും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം ഇപ്പോൾ ഓൺലൈനിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകൂടി വായിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന തരൂരിന്റെ ഭാഗത്തു നിന്നുമാണ് ഈ പരാമർശം ഉണ്ടാകുന്നത്. രാമൻ BJPയുടേതല്ല എന്ന് പറയുന്ന അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതാണ് അമ്പലത്തിലേക്ക് പോകുമെന്ന്. ആ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് സ്വീകരിക്കാം. അതിനപ്പുറം ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വലിയ അബദ്ധമായിട്ടാണ് തോന്നുന്നത്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണല്ലോ എന്ന പ്രത്യേകത കൂടിയുണ്ടല്ലോ, ആ ഘട്ടത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ പൊതു നിലപാട് എന്ന് നമുക്ക് കരുതട്ടെ. കാരണം മമതാ ബാനർജി അടക്കമുള്ളവർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ കോൺഗ്രസിന് അത് വിശദീകരിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇന്നലെ ഉദ്ഘാടനത്തോടു കൂടി അടങ്ങേണ്ടുന്ന വിഷയത്തിൽ ഇന്ന് ഈ പ്രതികരണം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയധികം സംഭാഷണം നടക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ മാത്രമാണോ ബാധിക്കുക? ലീഗിന് വിശദീകരിക്കേണ്ടി വരും. അവിടെ ആ ക്ഷേത്രത്തിന്റെ പവിത്രത മനസ്സിലാക്കിയ അവർ മുസ്ലിങ്ങൾ ഒഴിവായി പോയിരുന്നെങ്കിൽ എന്ന ഒരു പരാമർശം തരൂരിനെ പോലെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ന്യായീകരിക്കും? ലീഗിന് ഹമാസ് വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മുറിപ്പാട് തരൂരുമായി ബന്ധപ്പെട്ടുണ്ട്. അവർ ക്ഷണിച്ച് മുഖ്യ അതിഥിയായി കൊണ്ടുപോയ തരൂർ അവിടെ സംസാരിച്ചത് അത് വിശദീകരിക്കാൻ, മുന്നണിക്ക് കേടില്ലാതെ തീർക്കാൻ ലീഗ് പെടാപ്പാട് പെട്ടത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പരാമർശം തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം വിശ്വാസിയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെ സ്വീകരിക്കാം. അദ്ദേഹം അമ്പലത്തിൽ പോകുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. കോൺഗ്രസും അതിനൊരു വിലക്ക് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം ആ രാംലല്ലയുടെ ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് നടത്തിയ അത് വോട്ട് മുന്നിൽ കണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ആവശ്യമായിരുന്നോ? ഒരു AICC മെമ്പർ എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നോ എന്നത്, അതെ, വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ അത് ആവശ്യമായിരുന്നോ എന്നത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ തുടർച്ചയായ 2 വിഷയത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എന്നുവെച്ചാൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ, അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇത് അദ്ദേഹം വളരെ ബോധപൂർവം പറഞ്ഞ കാര്യം തന്നെയാണ്, അദ്ദേഹം ആലോചിച്ചുറപ്പിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതും. അദ്ദേഹത്തിനെ സംഘി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ നിലയിലൊക്കെ ചിത്രീകരിക്കാൻ ഇടവരുത്തുന്നതും ആ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കുമെന്നാണ് രേണുവിൻ്റെ നിലപാട്. അരുണ്, നമുക്ക് വീണ്ടും തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, ഈ തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാവുന്ന ശശി തരൂർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്നതാണ് പ്രസക്തമായി ഈ ഘട്ടത്തിൽ വരുന്നത്. അവിടെ രേണു പറഞ്ഞതുപോലെ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി, മുസ്ലിം ലീഗിൻ്റെ പ്രതിസന്ധി, അങ്ങനെ പല ഘട്ടങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതിനുമപ്പുറം തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുന്ന ഒരു പക്ഷേ തരൂർ കണ്ടിട്ടുണ്ടാവും, അല്ലേ? തീർച്ചയായും തരൂർ ഒരിക്കലും UDFന്റെ കേരളത്തിലെ സാധ്യതകളെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എങ്ങനെ ബാധിക്കുമോ എന്ന് നോക്കിയായിരിക്കും അദ്ദേഹം അഭിപ്രായം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സീറ്റാണ്, അദ്ദേഹത്തിനോട് വിജയിച്ചേ പറ്റൂ. ഒരുപക്ഷെ കോൺഗ്രസ് കേരളത്തിൽ 19 സീറ്റ് തോറ്റാലും ഒരുപക്ഷെ അല്ലെങ്കിൽ ലീഗിൻ്റെ സീറ്റ് ഒരു തോക്കാൻ സീറ്റുകളായിരിക്കും, എങ്കിൽ പോലും തരൂർ ജയിക്കുമെന്ന് ഉറപ്പാണ്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സീറ്റ് സുരക്ഷിതമാക്കുകയാണ്. BJPയുടെ പോകാവുന്ന അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വോട്ടുകൾ, ഒരു വിഭാഗം, ഒരു ആടി നിൽക്കുന്ന ഫ്ലക്ച്വേറ്റിംഗ് വോട്ട് തിരുവനന്തപുരത്ത് എപ്പോഴും ഉണ്ട്. അതുകൂടി തന്നിലേക്ക് ആകർഷിക്കുക. പ്രത്യേകിച്ചും ഈ അയോധ്യ വിഷയം കേരളത്തെ നിന്ന് ബാധിക്കുമെന്ന് പറയുമ്പോഴും വളരെ കടുത്ത ഹൈന്ദവ വിശ്വാസികൾ ഒരുപക്ഷെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇത്തവണ BJP സപ്പോർട്ട് ചെയ്തേക്കാമെന്നൊരു ആശങ്ക തരൂരിനുണ്ടാകാം. കോൺഗ്രസും അത്തരം കാര്യങ്ങൾ കാണാം. അതുകൂടി മറികടക്കാനുള്ള നീക്കമായി മാത്രം ഇതിനെ കാണണം. ഒരുപക്ഷെ ദേശീയ തലത്തിലും ഈ നീക്കങ്ങളുടെ ഭാഗമായി BJPക്ക് മാത്രം വിട്ടുകൊടുക്കാനുള്ളതല്ല രാമനെന്നും സീതയെന്നുമുള്ള ഒരു ബോധ്യം പടർത്താനും അദ്ദേഹം ശ്രമിച്ചു കാണണം. പക്ഷേ തിരുവനന്തപുരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം
തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 2-3 മേഖലകളെ കൃത്യമായി ഇനം തിരിക്കാം. ഒന്ന് തീരദേശം, 2 ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും അത്തരം ജോലിക്കൊക്കെ പോകുന്ന ഒരു നഗരമേഖലയുള്ള എഡ്യൂക്കേറ്റഡായ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പൊതു ആളുകൾ. അതിനുമപ്പുറം ഹിന്ദു മെജോറിറ്റി വരുന്ന അല്പം ഹൈന്ദവ ബോധമുള്ള സംഘപരിവാർ ചായവുള്ള ഒരു പശ്ചാത്തലം. ഇങ്ങനെ 3ആയി തിരിക്കാമെന്ന് തോന്നുന്നു. ഇതിൽ തീരദേശ മേഖല എക്കാലവും ശശി തരൂരിനെയും കോൺഗ്രസിനെയും അനുകൂലിച്ചത് അത് അവരുടെ ഒരു എൻ ബ്ലോക്ക് എന്ന് തരൂർ കരുതുന്നുണ്ടാവും. മറ്റിടത്തുനിന്ന് ഒരു ലോസ് ഉണ്ടാവരുത്, അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒരു നഗരമേഖലയിലുള്ള ഈ സവർണ വോട്ടെന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള വോട്ട് BJPക്ക് വളരെ എളുപ്പം BJPയിലേക്ക് പോകുന്ന വോട്ടുകളുണ്ട്. അതുകൂടി തരൂരിന് ക്യാൻവാസ് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം കുറച്ചുകൂടി എളുപ്പമാകും. മാത്രമല്ല ഇത്തവണ CPI കുറച്ചുകൂടി നല്ല ക്യാൻഡിഡേറ്റ് നിർത്തും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് തയ്യാറാകുമെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ വന്നാൽ അതുപോലും നഷ്ടപ്പെടരുത്, ഈ ആ രീതിയിൽ കിട്ടേണ്ട വോട്ടുകൾ കൂടി തനിക്ക് വരണമെന്നൊരു കൃത്യമായ ലക്ഷ്യം തരൂരിനുണ്ട്. ഒരു അദ്ദേഹത്തെ വിശാലമായ ദേശീയ ലക്ഷ്യം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം തന്നെയാകും അദ്ദേഹത്തിൻ്റെ നേതൃത്വം പ്രൈം ഫോക്കസ്. അത് കണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയെ കൂടി ഈ തരൂരിൻ്റെ പ്രസ്താവനയോടെ കോൺഗ്രസിൽ വീണ്ടും ആശയക്കുഴപ്പം. ഈ ക്ഷേത്രപ്രദേശത്തെയും ക്ഷേത്രത്തെ അനുകൂലിക്കുന്നു, അങ്ങനെ നിലപാടെടുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം അതിനെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ വലിയൊരു പ്രതിഷേധമാണ് തരൂർ പങ്കെടുക്കുന്ന ലോ കോളേജിലെ ഒരു പരിപാടിയിൽ SFI ഉയർത്തി. തരൂർ പങ്കെടുക്കുമ്പോൾ തന്നെ പ്രതിഷേധം ഉയർത്തുകയാണ്. തരൂരിൻ്റെ ഈ പ്രസ്താവന ശക്തമായ പ്രതിഷേധം അവിടെ ഉയർത്തി. ആ രീതിയിൽ സ്വാഭാവികമായും ഞാനിത് ആദ്യം കേൾക്കുമ്പോൾ ഞാനും ആ രീതിയിൽ തരൂരിനെതിരായി മാറുമോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല, തരൂർ കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തി തന്നെയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ CPM തയ്യാറെടുക്കും. പക്ഷെ അത് വോട്ടായി മാറണമെന്നില്ല. അത് തരൂരിൻ്റെ ഭാഗം തന്നെ വിജയിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ നയതന്ത്രപരമായ നീക്കം തന്നെ ഇവിടെ വിജയിക്കാനാണ് സാധ്യത. യെസ്, എന്തായാലും ശശി തരൂരിൻ്റെ പ്രസ്താവനയും അതിൻ്റെ രാഷ്ട്രീയവുമാണ് പൊതുവിൽ ചർച്ചയാവുന്നത്. ശശി തരൂരിൻ്റെ പ്രസ്താവന കോൺഗ്രസിനെയും UDFനെയും കേരളത്തിൽ പ്രതിസന്ധിയിലാക്കും എന്നൊരു വാദമുണ്ട്. പക്ഷേ ഈ പ്രസ്താവനയിലൂടെ BJPക്ക് മാത്രം അയോധ്യ നീക്കങ്ങൾ വിട്ടുകൊടുക്കില്ല, അതിൻ്റെ പങ്കുപറ്റാൻ താനും ഉണ്ടാകുമെന്നൊരു രാഷ്ട്രീയം കൂടി ശശി തരൂർ ലക്ഷ്യമിട്ടിട്ടുണ്ടാവും. അതിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന ഒരു വലിയ സാധ്യത കൂടി അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.